ഹായ് ഓൾ, +2 സുവോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ് ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിളായ പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. സോ വാട്ട് ഡു യു നോ അബൌട്ട് ഹെൽത്ത്? ഹെൽത്ത് ഡസൻ സിംപ്ലി മീൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഫിസിക്കൽ ഫിറ്റ്നസ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അല്ലേ, ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമാണോ? അല്ല, പിന്നെന്താണ് ആരോഗ്യം? ശാരീരികവും മാനസികവുമായ അതേപോലെ സാമൂഹികവുമായ ഫിറ്റ്നസ് ആണ് ആരോഗ്യം. ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഫിറ്റ്നസ്. ബട്ട് ദർ ആർ മെനി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ്, ഇൻഫെക്ഷൻ, ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി, ഇതൊക്കെയും ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സാണ്. ഡിസീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ്. പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്. Now let us study some common diseases in humans. Many organisms like bacteria, virus, fungus, protozoan, helminth, etc. cause disease in humans. അങ്ങനെ ഹ്യൂമൻ ബീങ്സിൽ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ പാത്തോജൻസ് എന്ന് പറയും. സോ പാത്തോജൻസിന് എക്സാമ്പിളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ, ഹെൽമിന്ത്, എക്സെട്ര. ഫസ്റ്റ് ലെറ്റ് us study about bacterial diseases. ബാക്ടീരിയൽ ഡിസീസിന് ഒരു എക്സാമ്പിളാണ് ടൈഫോയിഡ്. ഓക്കെ, ടൈഫോയിഡ് കൺഫർമേഷൻ ടെസ്റ്റ്, വിഡാൽ ടെസ്റ്റ്, ഈ പേരൊന്ന് ഓർത്ത് വെക്കുക. ടൈഫോയിഡ് ഫീവർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് വിഡാൽ ടെസ്റ്റ്. ആൻഡ് പാത്തോജൻ, ഏത് ബാക്ടീരിയ ആണ് ടൈഫോയിഡിന് കാരണം? സാൽമോണല്ല ടൈഫി. ടൈഫി എന്നുള്ള പേര് ഓർത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം. സോ സാൽമോണല്ല ടൈഫി ആണ് ടൈഫോയിഡിന് കാരണം. ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് അസുഖം പകരുന്നത്? ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. മലിനമാക്കപ്പെട്ട ഫുഡ് വഴിയും വാട്ടർ വഴിയാണ് ടൈഫോയിഡ് പകരുന്നത്. ഓക്കെ, ആൻഡ് ഇൻഫെക്റ്റഡ് പാർട്ട്. ടൈഫോയിഡ് വന്നാൽ ഏത് പാർട്ടിനെയാണ് ഇഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് പാർട്ടാണ് ഇൻഫെക്റ്റഡ് ആവുക? എൻറ്റർ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് മൈഗ്രേറ്റ് ടു അതർ ഓർഗൻസ് ത്രൂ ബ്ലഡ്. കണ്ടാമിനേറ്റഡ് ആയ ഫുഡും വാട്ടറും നമ്മൾ യൂസ് ചെയ്താൽ ഇവ ഫുഡും വാട്ടറും വഴി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. അവിടെ നിന്നും പിന്നീട് ബ്ലഡ് വഴി മറ്റ് ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആൻഡ് വാട്ട് ആർ ദ സിംറ്റംസ്? Sustained high fever 39 degree to 40 degree Celsius, weakness, stomach pain, constipation, headache and loss of appetite, intestinal perforation and death may occur in severe cases. ടൈഫോയിഡ് വന്നാലുള്ള രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നല്ല പനിയായിരിക്കും, 39 ഡിഗ്രി ടു 40 ഡിഗ്രി സെൽഷ്യസ്, ക്ഷീണം ഉണ്ടാവും, സ്റ്റമക്ക് പെയിൻ അതായത് വയറുവേദന വരും, ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ തലവേദന, വിശപ്പില്ലായ്മ, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി ഈ ഡിസീസ് സീരിയസ് ആയാൽ ഇൻറ്റസ്റ്റൈനിൽ ഹോൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻറ്റസ്റ്റിനൽ പെർഫറേഷൻ. അത് കാരണം രോഗി മരണപ്പെടാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ബാക്ടീരിയൽ ഡിസീസാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഫീവറിന് കാരണമായ പാത്തോജൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. പാത്തോജൻ്റെ പേര് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ന്യൂമോണിയ ഫീവറിന് കാരണം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് രോഗം പകരുക? Inhaling the droplets released by an infected person through contaminated object. ഒരു രോഗിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ് വഴിയോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ ഇതൊക്കെ ഷെയർ ചെയ്താലോ ഈ അസുഖം പകരും. ഓക്കെ, ഇൻഫെക്റ്റഡ് പാർട്ട് ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുക. ലങ്സിൻ്റെ ആൽവിയോളെയാണ് ഈ ഡിസീസ് എഫക്റ്റ് ചെയ്യുക. സിംറ്റംസ്: ഫീവർ, ചിൽസ്, കഫ് ആൻഡ് ഹെഡേക്ക്. ഇൻ സിവിയർ കേസസ് ദ ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് മേ ടേൺ ഗ്രേ ടു ബ്ലൂയിഷ് ഇൻ കളർ. പനി ഉണ്ടായിരിക്കും, ഫീവർ, ചിൽസ് എന്ന് പറഞ്ഞാൽ വിറയലാണ്, കഫ്, ഹെഡ് ഏക്ക്. സിവിയർ കേസ് ആയാൽ ലിപ്സും ഫിംഗർ ടിപ്സും ഗ്രേ കളറിൽ നിന്നും ബ്ലൂയിഷ് കളറിലേക്ക് കൺവേർട്ട് ആവും. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് 2 types of bacterial diseases, typhoid and pneumonia. Typhoid is caused by Salmonella typhi. Pneumonia is caused by Streptococcus pneumonia and Haemophilus influenza. And next is viral diseases. വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ്. ഫസ്റ്റ് വൺ കോമൺ കോൾഡ്. കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ ജലദോഷം. ആൻഡ് വിച്ച് പാത്തജൻ കോസ് കോമൺ കോൾഡ്? കോമൺ കോൾഡിന് കാരണം റൈനോ വൈറസ് ആണ്. ട്രാൻസ്മിഷൻ, നമുക്കറിയാം എങ്ങനെയാണ് ജലദോഷം പകരുക? ബൈ കഫ് ആൻഡ് സ്നീസ് ഓഫ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ജലദോഷം വന്ന ആൾ കഫ് ചെയ്താലോ സ്നീസ് ചെയ്താലോ അടുത്തിരിക്കുന്ന ആൾക്ക് പകരും, അല്ലേ? ഇൻഫെക്റ്റഡ് പാർട്ട് നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ്. സോ ജലദോഷം ബാധിക്കുന്നത് നോസ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ്, ട്രക്കിനെയാണ്, ലങ്സിനെ ബാധിക്കില്ല. സിംറ്റംസ്: നാസൽ കൺജഷൻ ആൻഡ് ഡിസ്ചാർജ്, സോർ ത്രോട്ട്, hoarseness, that means rough sound, cough, headache, tiredness, etc., which actually last for 3 to 7 days.
രോഗിയായ വ്യക്തിയുടെ ചുമ അല്ലെങ്കിൽ തുമ്മലിലൂടെയാണ് രോഗം പകരുക. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ഹൊയാസ്നസ് സൗണ്ട്, ഒരു കരകരപ്പ് പോലുള്ള സൗണ്ട്, തലവേദന, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രോട്ടോസോയൻ ഡിസീസസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. മലേറിയ, അമീബിയാസിസ് ഇതൊക്കെയും പ്രോട്ടോസോയൻ ഡിസീസാണ്. ഫസ്റ്റ് ലെറ്റ് us സ്റ്റഡി അബൌട്ട് മലേറിയ. മലേറിയക്ക് കാരണം ഏത് പാത്തോജനാണ്? പ്ലാസ്മോഡിയം ആണ് മലേറിയക്ക് കാരണം. അതിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. പ്ലാസ്മോഡിയം വിവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് പ്ലാസ്മോഡിയം ഫാലസിപാരം. ഇതിൽ ഏറ്റവും മാലിഗ്നൻ്റ് ആയത്, മാരകമായത് പ്ലാസ്മോഡിയം ഫാലസിപാരമാണ്. ആൻഡ് ട്രാൻസ്മിഷൻ ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന വെക്ടറാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. സോ ഈ അസുഖം പകരുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ്. ഇൻഫെക്റ്റഡ് പാർട്ട് ലിവർ ആൻഡ് RBC. ലിവറിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, RBCയെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സിംറ്റം: ദ റപ്ചർ ഓഫ് RBC ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിലീസ് ഓഫ് എ ടോക്സിക് സബ്സ്റ്റൻസ് ഹീമോസോയിൻ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ചിൽ ആൻഡ് ഹൈ ഫീവർ recurring every 3 to 4 days. ദാറ്റ് ഈസ്, ഒരാളെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്താൽ അയാളുടെ ബോഡിയിലേക്ക് ഈ പ്രോട്ടോസോവൻ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ഈ പ്ലാസ്മോഡിയം ലിവർ സെൽസിൽ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. പിന്നീട് RBCയെ അറ്റാക്ക് ചെയ്യും. RBCയെ നശിപ്പിച്ച് പിന്നീട് പുറത്തു വരും. RBC ബ്രേക്ക് ആവുന്ന സമയത്ത് ഹീമോസോയിൻ എന്ന ടോക്സിൻ റിലീസ് ചെയ്യും. ഈ പേര് ഓർത്തു വെക്കണം, ഹീമോസോയിൻ. വിറയലിനും അതേപോലെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഇടവിട്ടിട്ടുള്ള പനിക്ക് കാരണവും ഹീമോസോയിനാണ്. മലേറിയൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് റെക്കറിംഗ് ഫീവർ. വിറയലിനും ഇതുപോലുള്ള റെക്കറിംഗ് ഫീവറിനും കാരണം ഹീമോസോയിൻ എന്ന ടോക്സിനാണ്. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. വെൻ ദ മോസ്കിറ്റോ ബൈറ്റ്സ് അനദർ ഹ്യൂമൻ, സ്പോറോസോയിഡ്സ് ആർ ഇൻജെക്റ്റഡ് വിത്ത് ബൈറ്റ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് മലേറിയ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഒരു കൊതുക് ഒരാളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്പോറോസോയിഡ്സ് ബ്ലഡിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടും. മലേറിയൽ പാരസൈറ്റിൻ്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആണ് സ്പോറോസോയിഡ്. അതിനുശേഷം പാരസൈറ്റ് ഓർ സ്പോറോസോയിഡ് റീച്ച് ദ ലിവർ ത്രൂ ബ്ലഡ്. സ്പോറോസോയിഡ് ബ്ലഡിലൂടെ മൂവ് ചെയ്ത് ലിവറിലെത്തും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ ലിവർ? ദ പാരസൈറ്റ് റീപ്രൊഡ്യൂസസ് അസെക്ഷുവലി ഇൻ ലിവർ സെൽസ്, ബേഴ്സ്റ്റിംഗ് ദ സെൽ ആൻഡ് റിലീസിംഗ് ഇൻ ടു ദ ബ്ലഡ്. ലിവറിൽ വെച്ച് പാരസൈറ്റ് അതായത് സ്പോറോസോയിഡ് അസെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും, ലിവർ സെൽസിനെ നശിപ്പിക്കും. അതിനുശേഷം നെക്സ്റ്റ് ബ്ലഡിലേക്ക് മൂവ് ചെയ്യും. പാരസൈറ്റ് റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ഇൻ റെഡ് ബ്ലഡ് സെൽ, ബേഴ്സ്റ്റിംഗ് ദ റെഡ് ബ്ലഡ് സെൽ ആൻഡ് കോസിംഗ് സൈക്കിൾസ് ഓഫ് ഫീവർ ആൻഡ് അതർ സിംറ്റംസ്. റിലീസ്ഡ് പാരസൈറ്റ് ഇൻഫെക്റ്റ് ന്യൂ റെഡ് ബ്ലഡ് സെൽസ്. അങ്ങനെ ലിവറിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട പാരസൈറ്റ് RBCയിൽ വെച്ച് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യും, RBCയെ നശിപ്പിക്കും. ഇത് കാരണമാണ് ഇടവിട്ടുള്ള പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ, പാരസൈറ്റ് പിന്നീട് മറ്റുള്ള RBCകളെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സെക്ഷൽ സ്റ്റേജസ് ഓർ ഗാമറ്റോസൈറ്റ്സ് ഡെവലപ്ഡ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. പിന്നീട് RBCയിൽ വെച്ച് സെക്ഷൽ സ്റ്റേജസ് ആയ ഗാമറ്റോസൈറ്റ്സ് ഫോം ചെയ്യും. ഓക്കെ, ഇത്രയും ഈവൻറ്റ്സ് നടക്കുന്നത് ഹ്യൂമൻ ബീങ്സിലാണ്. ദാറ്റ് ഈസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരാളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്പോറോസോയിഡ്സ് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെട്ടു. ഈ സ്പോറോസോയിഡ്സ് ലിവർ സെല്ലിലേക്ക് മൂവ് ചെയ്തു, ലിവർ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ RBCയിലേക്ക് മൂവ് ചെയ്യും, RBCയെ ഡിസ്ട്രോയ് ചെയ്യും. പിന്നീട് RBCയിൽ വെച്ച് സെക്ഷൽ സ്റ്റേജസ് ആയ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സ് ഫോം ചെയ്യും. ഫീമെയിൽ മോസ്കിറ്റോ ടേക്സ് അപ്പ് ഗാമറ്റോസൈറ്റ്സ് വിത്ത് ബ്ലഡ് മീൽ. ഈ ഒരു സ്റ്റേജിൽ ഫീമെയിൽ മോസ്കിറ്റോ വന്ന് ഇൻഫെക്റ്റ് ആയ ആളെ ബൈറ്റ് ചെയ്താൽ ബ്ലഡിൻ്റെ കൂടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സും മോസ്കിറ്റോയുടെ ബോഡിയിലേക്ക് മൂവ് ചെയ്യും. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മോസ്കിറ്റോസ് ഇൻഡസ്റ്റൈൻ. മോസ്കിറ്റോയുടെ ഇൻഡസ്റ്റൈനിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അത് കാരണം സ്പോറോസോയിഡ്സ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ്, യു ക്യാൻ സീ ഹിയർ, മെച്യൂർ ഇൻഫെക്റ്റീവ് സ്റ്റേജസ് ഓർ സ്പോറോസോയിഡ്സ് എസ്കേപ്പ് ഫ്രം ദ ഇൻഡസ്റ്റൈൻ ആൻഡ് മൈഗ്രേറ്റ് ടു ദ മോസ്കിറ്റോ സലൈവറി ഗ്ലാൻസ്. മോസ്കിറ്റോയുടെ ഇൻഡസ്റ്റൈനിൽ വെച്ചാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റ്സിൻ്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതിനുശേഷം സ്പോറോസോയിഡ്സ് ഫോം ചെയ്യുന്നു. സ്പോറോസോയിഡ്സ് നെക്സ്റ്റ് സലൈവറി ഗ്ലാൻസിലേക്ക് മൂവ് ചെയ്യും. നെക്സ്റ്റ് പ്രോട്ടോസോവൻ ഡിസീസാണ് അമീബിയാസിസ് ഓർ ഡിസെൻട്രി. പാത്തജൻ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. അമീബിയാസിസിന് കാരണം ഏത് പ്രോട്ടോസോവനാണ്? എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. ട്രാൻസ്മിഷൻ: ഹൗസ് ഫ്ലൈസ് ട്രാൻസ്മിറ്റ് ദ പാരസൈറ്റ് ഫ്രം ഫീക്കസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഫുഡ് ആൻഡ് വാട്ടർ. ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൗസ് ഫ്ലൈസ് ആണ്, അതായത് ഈച്ചകളാണ്. ഓക്കെ,
എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? രോഗിയായ ഒരാളുടെ ഫീക്കസ്, ദാറ്റ് മീൻസ് മലത്തിൽ നിന്ന് ഭക്ഷണത്തിലേക്കോ വെള്ളത്തിലേക്കോ സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയ ഫുഡ് ആൻഡ് വാട്ടർ യൂസ് ചെയ്യുന്നത് വഴി ഈ അസുഖം മറ്റൊരാളിലേക്ക് പകരും. ഇൻഫെക്റ്റഡ് പാർട്ട്, ലാർജ് ഇൻറ്റസ്റ്റൈനെയാണ് ഈ ഡിസീസ് വന്നാൽ എഫക്റ്റ് ചെയ്യുക. സിംറ്റംസ്: കോൺസ്റ്റിപ്പേഷൻ, അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാംസ്, സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്സ്. സിംറ്റംസ് എന്തൊക്കെയാണ്? കോൺസ്റ്റിപ്പേഷൻ, അതായത് ടൈറ്റ് മോഷൻ, അബ്ഡോമിനൽ പെയിൻ, വയറുവേദന വരും, ക്രാംസ് വരും. സ്റ്റൂളിൽ എന്തൊക്കെ കാണാം? മ്യൂക്കസും ബ്ലഡ് ക്ലോട്ടും കാണും. സോ 2 പ്രോട്ടോസോൺ ഡിസീസ് നമ്മൾ പഠിച്ചു, മലേറിയ ആൻഡ് അമീബിയാസിസ്. നെക്സ്റ്റ് ഈസ് ഹെൽമിന്ത് ഡിസീസസ്. ഹെൽമിന്ത് എന്ന് പറഞ്ഞാൽ വിരകളാണ്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് ഇസ് കോസ്ഡ് ബൈ അസ്കാരിസ്. അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ് എന്ന് പറയുന്ന ഹെൽമിന്താണ് അസ്കാരിയാസിസിന് കാരണം. ട്രാൻസ്മിഷൻ ത്രൂ കണ്ടാമിനേറ്റഡ് സോയിൽ, വാട്ടർ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എക്സെട്ര. എങ്ങനെയാണ് ഈ അസുഖം പകരുക? രോഗിയായ ഒരാളുടെ ഫീക്കസിനോടൊപ്പം ഈ ഹെൽമിന്തിൻ്റെ മുട്ടകൾ, എഗ്ഗ്, മണ്ണ്, വാട്ടർ ഇവയിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ കണ്ടാമിനേറ്റഡ് ആയ വാട്ടർ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ വഴി ഈ ഡിസീസ് മറ്റൊരാളിലേക്ക് പകരും. ഇൻഫെക്റ്റഡ് പാർട്ട് ഇൻഡസ്റ്റൈൻ ആണ്. സിംറ്റം: ഇന്റേണൽ ബ്ലീഡിംഗ്, മസ്കുലാർ പെയിൻ, ഫീവർ, അനീമിയ ആൻഡ് ബ്ലോക്കേജ് ഓഫ് ദ ഇൻഡസ്റ്റൈനൽ പാസേജ്. ബോഡിക്കകത്ത് ബ്ലീഡിംഗ് നടക്കും, മസ്കുലാർ പെയിൻ വരും, പനി, അനീമിയ ആൻഡ് ഇൻഡസ്റ്റൈനൽ പാസേജിൽ ബ്ലോക്കേജ്. നെക്സ്റ്റ് ഹെൽമിന്ത് ഡിസീസ് ആണ് ഫൈലേറിയാസിസ് ഓർ എലഫന്റിയാസിസ്. മന്ത് രോഗം എന്ന് പറയും. ഓക്കെ, പാത്തജൻ ഫൈലേറിയൽ വർം ഓർ വുച്ചറേറിയ സ്പീഷീസ്, വുച്ചറേറിയ ബാൻക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മെലായ്. പാത്തജൻ്റെ പേര് പഠിച്ചു വെക്കുക, ഫൈലേറിയൽ വർം, അതർവൈസ് വുച്ചറേറിയ സ്പീഷീസ്. ഏതൊക്കെ സ്പീഷീസ് ആണ്? വുച്ചറേറിയ ബാൻക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മെലായ്. ട്രാൻസ്മിഷൻ ത്രൂ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ. മലേറിയ സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഇവിടെ ഫൈലേറിയാസിസ് സ്പ്രെഡ് ചെയ്യുന്നത് ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ഇൻഫെക്റ്റഡ് പാർട്ട് ലിംഫാറ്റിക് വെസൽസ് ഓഫ് ദ ലോവർ ലിംസ് ആൻഡ് ദ ജെനിറ്റൽ ഓർഗൻസ്. ലോവർ ലിംസിൻ്റെ, കാലിൻ്റെയും ജെനിറ്റൽ ഓർഗൻസിൻ്റെയും ലിംഫാറ്റിക് വെസൽസിനെയാണ് ഈ ഡിസീസ് എഫക്റ്റ് ചെയ്യുക. സിംറ്റംസ്: ഡ്യൂ ടു ദ ബ്ലോക്കേജ് ഓഫ് ലിംഫ് വെസൽസ്, ഇൻഫ്ലമേഷൻ ഒക്യർ ഇൻ ദ ഓർഗൻസ് ഇൻ വിച്ച് വർംസ് ലിവ്. ലിംഫ് വെസൽസ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, അത് കാരണം ആ ഒരു ഭാഗം സ്വെല്ല് ചെയ്ത് വരും. ഓക്കെ, അതാണ് നമ്മളെ മന്ത് രോഗത്തിൽ കാണുന്ന, കാലിലൊക്കെ കാണുന്ന സ്വെല്ലിംഗ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡിസീസസ് കോസ്ഡ് ബൈ ഫംഗസ്, ഫംഗൽ ഡിസീസസ്. അതിൽ ഫസ്റ്റ് വൺ റിംഗ് വോം. വട്ടച്ചൊറി എന്ന് പറയുന്ന ഡിസീസാണ് റിംഗ് വോം. പാത്തജൻ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റൺ. ട്രാൻസ്മിഷൻ ഫ്രം സോയിൽ ഓർ കണ്ടാമിനേറ്റഡ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. റിംഗ് വോം ഇൻഫെക്ഷൻ ഉള്ള ആൾ യൂസ് ചെയ്ത ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റ് ഒബ്ജക്ട്സോ നമ്മൾ ഷെയർ ചെയ്താൽ ഈ ഡിസീസ് പകരും. അതേപോലെ മണ്ണിൽ നിന്നും ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻഫെക്റ്റഡ് പാർട്ട് ഏതൊക്കെ ഭാഗത്തെയാണ് എഫക്റ്റ് ചെയ്യുക? സ്കിൻ ഫോൾസ്. ഇൻ സ്കിൻ ഫോൾസ് സച്ചസ് ദോസ് ഇൻ ദ ഗ്രോയിൻ ഓർ ബിറ്റ്വീൻ ദ ടോസ്. അതായത് സ്കിന്നിൻ്റെ മടക്കുകളിലും അതേപോലെ കാൽ വിരലുകളുടെ ഇടയിലാണ് ഈ ഒരു ഫംഗസ് ഗ്രോ ചെയ്യുന്നത്. സിംറ്റംസ്: ഡ്രൈ സ്കെയിലി ലെഷൻസ് ഓൺ സ്കിൻ, നെയിൽസ് ആൻഡ് സ്കാൽപ്പ് വിത്ത് ഇൻറ്റൻസ് ഇച്ചിങ്. സ്കിന്നിലും നെയിൽസിലും സ്കാൽപ്പിലും അതായത് തലയോടിലും ഉണങ്ങി വരേണ്ട സ്കെയിൽസ് കാണുന്നതാണ് ഈ ഡിസീസിൻ്റെ ലക്ഷണം. സോ ഫംഗൽ ഡിസീസാണ് റിംഗ് വോം, കോസ്ഡ് ബൈ മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ ആൻഡ് എപ്പിഡെർമോഫൈറ്റൺ. ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിസീസസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയി ഈ ക്വസ്റ്റ്യന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓരോ ഡിസീസും അത് കോസ് ചെയ്യുന്ന പാത്തോജനും എന്തായാലും ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫൈറ്റ് ദ ഡിസീസ് കോസിങ് ഓർഗാനിസംസ്. ഡിസീസ് കോസിങ് ഓർഗാനിസംസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള നമ്മുടെ ബോഡിയുടെ ഒരു കഴിവാണ് ഇമ്മ്യൂണിറ്റി. പാത്തജൻസിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ആണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ജനിച്ചതിന് ശേഷം നമ്മൾ അക്വയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി. അതിൽ ഫസ്റ്റ് വൺ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി പവറാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഇൻക്ലൂഡ് 4 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ 4 ടൈപ്പ് ബാരിയേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെല്ലുലാർ ആൻഡ് സൈറ്റോകിൻ ബാരിയേഴ്സ്. ഈ ബാരിയേഴ്സ് ഒക്കെയും നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ പ്രസൻ്റ് ആയതാണ്. ദാറ്റ് ഈസ് വൈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഫിസിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാണ്? സ്കിൻ, മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് റെസ്പിറേറ്ററി, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. സ്കിന്ന് ഫിസിക്കൽ ബാരിയറാണ്. സ്കിന്ന് ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യും.
അതേപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും കാണുന്ന മ്യൂക്കസ് കോട്ടിങ്ങും ഫിസിക്കൽ ബാരിയറാണ്. ഇവയും ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യും. ഫിസിയോളജിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിളാണ് സ്റ്റൊമക്കിൽ കാണുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, മൗത്തിൽ കാണുന്ന സലൈവ, ടിയേഴ്സിൽ കാണുന്ന ലൈസോസൈം എൻസൈം ടിയർ. ഇതും ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സലൈവ ആൻഡ് ടിയർ ഇതൊക്കെയും ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സെല്ലുലാർ ബാരിയർ ആണ് PMNL, പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ് ഓർ ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, നാച്ചുറൽ കില്ലർ സെൽ, മാക്രോഫേജസ്. ഇതൊക്കെയും ബ്ലഡിൽ കാണുന്ന ഡിഫറെൻറ്റ് സെൽസ് ആണ്. സോ ദീസ് ആർ സെല്ലുലാർ ബാരിയേഴ്സ്. ഈ സെല്ലുലാർ ബാരിയേഴ്സും ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ സൈറ്റോകിൻ ബാരിയർ, ഇന്റർഫെറോൺസ്. ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റോകിൻ ബാരിയറിന് ഒരു എക്സാമ്പിളാണ് ഇന്റർഫെറോൺസ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഇന്റർഫെറോൺസ്? പ്രൊട്ടക്ട് നോൺ ഇൻഫെക്റ്റഡ് സെൽ ഫ്രം വൈറൽ ഇൻഫെക്ഷൻ. നോൺ ഇൻഫെക്റ്റഡ് ആയ സെൽസിനെ വൈറസ് ഇൻഫെക്ഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇന്റർഫെറോൺസ് ആണ്. ഓക്കെ, ഇന്റർഫെറോൺസ് വൈറൽ ഇൻഫെക്ഷന് പ്രിവെൻറ്റ് ചെയ്യും. സോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി മീൻസ് ഇറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ഇതിൽ വരുന്ന 4 ബാരിയേഴ്സും അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കാം. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ആഫ്റ്റർ ബർത്ത്. ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് അക്യൂർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഈസ് ഓഫ് 2 ടൈപ്സ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡീസ് പാത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അതിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ആഫ്റ്റർ നാച്ചുറൽ ഇൻഫെക്ഷൻ. ഒരാൾക്ക് നാച്ചുറലി ഒരു ഇൻഫെക്ഷൻ സംഭവിച്ചു, അതായത് വൈറസ് അറ്റാക്ക് ചെയ്തു, അങ്ങനെ അയാളുടെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആർട്ടിഫിഷ്യൽ മീൻസ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ആഫ്റ്റർ ഇഞ്ചെക്റ്റിംഗ് വാക്സിൻ. ഇവിടെ നാച്ചുറൽ ഇൻഫെക്ഷൻ അല്ല, ഒരാൾ വാക്സിൻ എടുത്തു, അതിൻ്റെ ഫലമായി അയാളുടെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തു. ഇത് ആർട്ടിഫിഷ്യലാണ്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബോഡി സ്വയം ആൻറ്റിബോഡീസ് പ്രിപ്പയർ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതിൽ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നാൽ അയാളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാക്സിനേഷന് ശേഷമാണ്. വാക്സിനേഷന് ശേഷം അയാളുടെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയിലെ സെക്കൻഡ് ടൈപ്പാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ആർ ഗിവൺ ടു ദ ബോഡി. ആക്റ്റീവിലാണെങ്കിൽ ബോഡി തന്നെയാണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ പാസീവിൽ റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ്. ഇതിലും 2 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഉണ്ട്. നാച്ചുറൽ മീൻസ് ആൻറ്റിബോഡീസ് ആർ റിസീവ്ഡ് ഫ്രം ദ മദർ. എക്സാമ്പിൾ IgG ത്രൂ പ്ലാസെൻഡ, IgA ത്രൂ കൊളസ്ട്രം. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മദറിൻ്റെ അടുത്ത് നിന്ന് ആൻറ്റിബോഡീസ് നമ്മൾ റിസീവ് ചെയ്യും. IgG പ്ലാസെൻഡ വഴി റിസീവ് ചെയ്യും. IgA കൊളസ്ട്രം, അതായത് ഫസ്റ്റ് മിൽക്ക് വഴി റിസീവ് ചെയ്യും. ഇവിടെ നമ്മുടെ ബോഡി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു പ്രിപ്പയർഡ് ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിലേക്ക് റിസീവ് ചെയ്യുന്നതാണ്. അതിൽ നാച്ചുറൽ എന്ന് പറഞ്ഞാലോ വി ആർ റിസീവിങ് ആൻറ്റിബോഡി ഫ്രം ദ മദർ. മദറിൻ്റെ ബോഡിയിൽ നിന്ന് നമ്മൾ ആൻറ്റിബോഡി റിസീവ് ചെയ്യുന്നതാണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലോ pre-formed antibodies or antitoxins are injected to the body. Example, injection of anti-tetanus serum, antibody against snake venom, etc. ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്ത ഓൾറെഡി ഫോം ചെയ്ത ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഫോർ എക്സാമ്പിൾ ആൻറ്റി-ടെറ്റനസ് സീറം ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ആണ്. ആൻറ്റിബോഡി എഗൻസ്റ്റ് സ്നേക്ക് വെനം, ഒരാളെ പാമ്പ് കടിച്ചാൽ അതിനെതിരെ ആൻറ്റിബോഡീസ് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇതും ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഇമ്മ്യൂണിറ്റി 2 ടൈപ്പ് വരുന്നുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ആ 4 ബാരിയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അക്യൂർഡ് ഇമ്മ്യൂണിറ്റി 2 ടൈപ്പ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. രണ്ടിലും നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ആൻറ്റിബോഡി. നമ്മൾ ആൻറ്റിബോഡിയെ പറ്റി ഡിസ്കസ് ചെയ്തു. പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ആൻറ്റിബോഡീസ്. Okay, these are proteins produced by our body against antigens.
ആൻറ്റിജൻസ് എന്ന് പറയുമ്പം എനി ഫോറിൻ സബ്സ്റ്റൻസ്, ജേംസ് ആവാം, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവാം. സോ എനി ഫോറിൻ സബ്സ്റ്റൻസ് ആണ് ആൻറ്റിജൻസ്. ആൻറ്റിജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി. ഒബ്സർവ് ദ ഫിഗർ. ഈ ഫിഗർ തന്ന എക്സാമിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരും. ആൻഡ് ദിസ് ഈസ് ആൻറ്റിബോഡി. ഇറ്റ് ഹാസ് 4 പെപ്റ്റൈഡ് ചെയിൻസ്, 2 ലൈറ്റ് ചെയിൻസ് ആൻഡ് 2 ഹെവി ചെയിൻസ്. ആൻറ്റിബോഡീൻ്റെ സ്ട്രക്ചറിൽ ഓർത്ത് വെക്കാനുള്ളത് ഇറ്റ് ഹാസ് 4 പെപ്റ്റൈഡ് ചെയിൻസ്, 4 പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. അതിൽ 2 ചെയിൻ ലൈറ്റ് ചെയിൻ ആണ്, 2 ചെയിൻ ഹെവി ചെയിൻ ആണ്. ഒബ്സർവ് ഹിയർ, ഇതാണ് ലൈറ്റ് ചെയിൻ ആൻഡ് ഇതാണ് ഹെവി ചെയിൻ. ആൻറ്റിബോഡീസിന് എക്സാമ്പിളാണ് IgG, IgA, IgM, IgE. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് എയ്ഡ്സ്. എയ്ഡ്സ് മീൻസ് അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിൻ്റെ എക്സ്പാൻഷൻ ഓർത്ത് വെക്കുക, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സിന് കാരണം എല്ലാവർക്കും അറിയാം, HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. സോ ഒരു വൈറസ് കോസിങ് ഡിസീസ് ആണ് എയ്ഡ്സ്. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് വൈറസ്? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇറ്റ് ഈസ് എ റിട്രോ വൈറസ് ഹാവിങ് RNA ജീനോം. HIV എന്നത് ഒരു റിട്രോ വൈറസ് ആണ്. റിട്രോ വൈറസ് മീൻസ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ല, RNA ആണ്. ആൻഡ് ഹൗ എയ്ഡ്സ് ഈസ് ട്രാൻസ്മിറ്റഡ്. എയ്ഡ്സിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? സെക്ഷൽ കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. സോ എയ്ഡ്സ് ഇൻഫെക്റ്റഡ് പേഴ്സണുമായി സെക്ഷൽ കോൺടാക്റ്റ് വന്നാൽ എയ്ഡ്സ് പകരും. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ്. HIV ഇൻഫെക്റ്റഡ് ആയ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ, റിസീവ് ചെയ്താൽ എയ്ഡ്സ് വരാം. ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽസ്. എയ്ഡ്സ് പേഷ്യൻ്റ് യൂസ് ചെയ്ത നീഡിൽ മറ്റൊരാൾ യൂസ് ചെയ്താലും ഈ അസുഖം പകരാം. ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ചൈൽഡ് ത്രൂ പ്ലാസെൻഡ. ഇൻഫെക്റ്റഡ് മദറിൽ നിന്നും ചൈൽഡിലേക്ക് പ്ലാസെൻഡ വഴി പകരാം. HIV or AIDS does not spread by mere touch or physical contact. It spreads only through body fluids. So it is not good to isolate AIDS patient. AIDS പകരുന്നത് ബോഡി ഫ്ലൂയിഡ്സ് വഴി മാത്രമാണ്. ഒരാളെ ടച്ച് ചെയ്താലോ, എയ്ഡ്സ് വന്ന ഒരാളെ ടച്ച് ചെയ്താലോ എയ്ഡ്സ് പകരില്ല. ലൈഫ് സൈക്കിൾ ഓഫ് HIV പഠിക്കാനുണ്ട്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഈ ഒരു ഫിഗർ നോട്ട് ചെയ്താൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. HIV എന്നത് റിട്രോ വൈറസ് ആണ്. അതിൻ്റെ ജീനോമ് ഏതാണ്? RNA ജീനോമാണ്. അതിനെ കവർ ചെയ്ത് വൈറൽ പ്രോട്ടീൻ കോട്ട് കാണാം. അതായത് പ്രോട്ടീൻ കോട്ട് കാണാം, അതിനകത്ത് വൈറസിനകത്ത് RNA ജീനോമും കാണാം. HIV ഗെറ്റ്സ് ഇൻ ടു ബോഡി. ആദ്യം ഈ വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈറൽ RNA സെല്ലിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. യു ക്യാൻ സീ ഹിയർ വൈറൽ RNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സെൽ. സെല്ലിനകത്ത് വെച്ച് വൈറൽ DNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. നമ്മൾ നേരത്തെ മോളിക്കുലാർ ബയോളജി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് DNA RNA ആവുന്ന പ്രോസസ്സാണ്. ഇവിടെ വൈറസിൻ്റെ ജീനോം RNA ആണ്. സോ സെല്ലിനകത്തെത്തിയാൽ RNA DNA ആയി മാറും റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് വഴി. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. സോ HIV വൈറസ് സെല്ലിലേക്ക് വന്നാൽ ഇതിൻ്റെ RNA സെല്ലിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ RNA സെല്ലിനകത്ത് വെച്ച് എന്തായി മാറും? DNA ആയി മാറും. ആൻഡ് നെക്സ്റ്റ് വൈറൽ DNA ഇൻകോർപ്പറേറ്റ്സ് ഇൻ ടു ഹോസ്റ്റ് ജീനോം. ഈ വൈറൽ DNA നേരെ പോയി ഹ്യൂമൻ ബീങ്സിൻ്റെ DNAയുമായി ഇൻകോർപ്പറേറ്റ് ചെയ്യും. ന്യൂക്ലിയസിനകത്തേക്ക് മൂവ് ചെയ്ത് ഹ്യൂമൻ DNAയുമായി ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ന്യൂ വൈറൽ RNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് സെൽ. അപ്പോൾ സെല്ലിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനകത്ത് ഇപ്പോൾ വൈറസിൻ്റെ DNA കൂടി കാണാം. അങ്ങനെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ന്യൂ വൈറൽ RNA പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് RNA പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ന്യൂ വൈറൽ RNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് സെൽ. ഈ പുതിയ വൈറൽ RNAക്ക് ചുറ്റും പ്രോട്ടീൻ കോട്ട് ഫോം ചെയ്യും. അങ്ങനെ ന്യൂ വൈറസസ് ആർ പ്രൊഡ്യൂസ്ഡ്. പുതിയ വൈറസ് ഫോം ചെയ്യും. ന്യൂ വൈറസസ് ക്യാൻ ഇൻഫെക്റ്റ് അതർ സെൽസ്. ഈ പുതിയ വൈറസുകൾ സെല്ലിന് പുറത്തേക്ക് വന്ന് മറ്റുള്ള സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. HIV gets into a body. Viral RNA is introduced into macrophages. Macrophages are called HIV factory. HIV വന്ന് അറ്റാക്ക് ചെയ്യുന്നത് മാക്രോഫേജസിനെയാണ്. ഈ മാക്രോഫേജസിനകത്ത് വെച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്, പുതിയ ഒരുപാട് വൈറസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് മാക്രോഫേജസിന് HIV ഫാക്ടറി എന്ന് പറയും. വൈറൽ RNA in presence of reverse transcriptase enzyme is converted to viral DNA. വൈറൽ RNA സെല്ലിനകത്തേക്ക് മൂവ് ചെയ്യും. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി വൈറൽ DNA ആയി മാറും. വൈറൽ DNA ഇൻകോർപ്പറേറ്റ്സ് ഇൻ ടു ഹോസ്റ്റ് DNA. വൈറൽ DNA നെക്സ്റ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഹ്യൂമൻ ബീങ്സിൻ്റെ DNAയിലേക്ക് മൂവ് ചെയ്യും. ഡയറക്റ്റ് ദ ഇൻഫെക്റ്റഡ് സെൽ ടു സിന്തസൈസ് വൈറൽ കമ്പോണൻസ്. അങ്ങനെ വൈറൽ കമ്പോണൻസ് വൈറൽ RNA ഫോം ചെയ്യും. ന്യൂ വൈറസസ് ഫോം ചെയ്യും. ന്യൂ വൈറസസ് ഓർ HIV ആർ പ്രൊഡ്യൂസ്ഡ്.
HIV enters into helper T cells or T lymphocytes. അതിനുശേഷം HIV നെക്സ്റ്റ് ലിംഫോസൈറ്റ്സിലേക്ക് എൻ്റർ ചെയ്യും. ഹെൽപ്പർ T സെൽസ് ഓർ ഹെൽപ്പർ ലിംഫോസൈറ്റ്സിലേക്ക് എൻ്റർ ചെയ്യും. T ലിംഫോസൈറ്റ് ഡിക്രീസസ്. അങ്ങനെ ലിംഫോസൈറ്റ്സിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യും. ലിംഫോസൈറ്റ്സിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്താൽ ഇമ്മ്യൂണിറ്റി വീക്കൻസ്. ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറഞ്ഞാൽ വേരിയസ് അതർ പാത്തജൻസ് എൻറ്റർ ദ ബോഡി. മറ്റുള്ള പാത്തജൻസ് എയ്ഡ്സ് പേഷ്യൻ്റെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യും. ടൈം ലാഗ് ബിറ്റ്വീൻ ഇൻഫെക്ഷൻ ആൻഡ് അപ്പിയറൻസ് ഓഫ് സിംറ്റംസ്. ഒരാൾ HIV ഇൻഫെക്റ്റഡ് ആയാൽ എത്ര മാസം കഴിഞ്ഞാണ് ഈ അസുഖം അപ്പിയർ ചെയ്യുക? ഓക്കെ, ദിസ് പീരീഡ് മേ വാരി ഫ്രം എ ഫ്യൂ മന്ത് ടു മെനി ഇയേഴ്സ്, യൂഷ്വലി 5 to 10 years. സിംറ്റംസ് ഓഫ് എയ്ഡ്സ് വന്നാലുള്ള സിംറ്റംസ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഹെൽപ്പർ T ലിംഫോസൈറ്റ്സ്. HIV അറ്റാക്ക് ചെയ്യുന്നത് ഹെൽപ്പർ T ലിംഫോസൈറ്റ്സിനെയാണ്. അതുകൊണ്ട് ഹെൽപ്പർ T ലിംഫോസൈറ്റ്സിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യും. ബൗട്ട്സ് ഓഫ് ഫീവർ, ഡയറിയ ആൻഡ് വെയ്റ്റ് ലോസ്. ഫീവർ വരും, ഡയറിയ, വെയ്റ്റ് ലോസ് ഇതൊക്കെ സംഭവിക്കും. ബാക്ടീരിയൽ, വൈറൽ, പ്രോട്ടോസോവൻ ഇൻഫെക്ഷൻസ്, എല്ലാത്തരം ഇൻഫെക്ഷൻസും വരും. കാരണം HIV ഇൻഫെക്റ്റഡ് ആയ ഒരാളുടെ ബോഡിയിൽ ലിംഫോസൈറ്റ്സ് കുറവാണ്, ഇമ്മ്യൂണിറ്റി വീക്കാണ്. അതുകൊണ്ട് ഏത് പാത്തജൻസിന് വേണമെങ്കിലും എൻറ്റർ ചെയ്യാൻ സാധിക്കും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എയ്ഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ. ട്രീറ്റ്മെൻറ്റ് ബൈ യൂസിങ് ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്. ഒരു പരിധിവരെ ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ല. ഇൻഡിവിജ്വൽസ് ഹാവിങ് ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് HIV ഇൻഫെക്ഷൻ. HIV ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ഹു ഹാവ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്ക് അസുഖം പകരാം. ഡ്രഗ് അഡിക്റ്റ് ഹു ടേക്ക് ഡ്രഗ്സ് ഇൻട്രാവെനസ്ലി. സിറിഞ്ചസ് യൂസ് ചെയ്ത് വെയിനിലേക്ക് ഡയറക്റ്റ് ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഈ അസുഖം വരാൻ ചാൻസ് ഉണ്ട്. കാരണം സിറിഞ്ചസ് ഷെയർ ചെയ്യുന്നത് വഴി അസുഖം വരാം. ഇൻഡിവിജ്വൽസ് ഹു റിക്വയർ റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. കണ്ടിന്യൂസ് ആയി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുള്ളവരിൽ ഈ അസുഖം പകരാം. അതായത് റിസീവ് ചെയ്യുന്ന ബ്ലഡ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ഈ അസുഖം പകരാം. ചിൽഡ്രൻ ബോൺ ടു an HIV ഇൻഫെക്റ്റഡ് മദർ. Educate people about AIDS by National AIDS Control Organization and other non-governmental organization. ആൾക്കാരിൽ എയ്ഡ്സിനെ പറ്റിയുള്ള അവബോധം ഉണ്ടാക്കുക with the help of National AIDS Control Organization and non-governmental organization. Making blood safe from HIV. ഇപ്പോൾ ബ്ലഡ് ബാങ്ക്സിലൊക്കെ ബ്ലഡ് ചെക്ക് ചെയ്തതിന് മാത്രം ബ്ലഡ് റിസീവ് ചെയ്യുക. യൂസ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ആൻഡ് കൺട്രോൾ ഡ്രഗ് അബ്യൂസ്. നീഡിൽസും സിറിഞ്ചസും ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പോസിബിൾ ആയത് യൂസ് ചെയ്യുക. ഒരാൾക്ക് യൂസ് ചെയ്തത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യുക. സാധാരണ ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്ത് സിറിഞ്ച് ഷെയർ ചെയ്യാറുണ്ട്, അങ്ങനെയും ഈ അസുഖം പകരാറുണ്ട്. അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ് ആൻഡ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. സോ സേഫ് സെക്സ് അഡ്വക്കേറ്റ് ചെയ്യുക ആൻഡ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. And next disease is cancer. It is the uncontrolled division of cells resulting in the formation of tumor. നോർമലി ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസാണ് ഫോം ചെയ്യുക. പക്ഷേ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2ൽ കൂടുതൽ ഡോട്ടർ സെൽസ് ഫോം ചെയ്താൽ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫോം ചെയ്താൽ അത് പിന്നീട് ട്യൂമറായി മാറും. പിന്നീട് ഇത് ക്യാൻസറായി മാറും. മെറ്റാസ്റ്റാസിസ്. ഇറ്റ് ഈസ് ദ സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽസ് ഫ്രം വൺ പാർട്ട് ടു അനദർ. ക്യാൻസർ സെൽസ് നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി ആണ് മെറ്റാസ്റ്റാസിസ്. Contact inhibition property and cancer cell. Normal cells show a property called contact inhibition. നോർമൽ സെൽസ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോൺടാക്ട് ഇൻഹിബിഷൻ. എന്താണ് കോൺടാക്ട് ഇൻഹിബിഷൻ? ദാറ്റ് ഈസ് കോൺടാക്ട് വിത്ത് അതർ സെൽ ഇൻഹിബിറ്റ് ദെയർ അൺകൺട്രോൾഡ് ഗ്രോത്ത്. ഒരു സെല്ല് മറ്റൊരു സെല്ലുമായി കോൺടാക്റ്റ് വന്നാൽ അതിൻ്റെ അൺകൺട്രോൾഡ് ഗ്രോത്ത് ബ്ലോക്ക് ചെയ്യപ്പെടും. പക്ഷേ ക്യാൻസർ സെൽ അപ്പിയേഴ്സ് ടു ഹാവ് ലോസ്റ്റ് ദിസ് പ്രോപ്പർട്ടി. ക്യാൻസർ സെൽസിന് ഈ പ്രോപ്പർട്ടി ഇല്ല. As a result of this, cancer cell just continue to divide, giving rise to masses of cells called tumors. So contact inhibition എന്ന പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ട് ക്യാൻസർ സെൽസിന് നഷ്ടപ്പെട്ടത് കൊണ്ട് അത് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യും. അങ്ങനെ ട്യൂമേഴ്സ് ഫോം ചെയ്യും. And there are 2 types of tumor, benign tumor and malignant tumor. Benign tumor remain confined to their original location, do not spread. സ്പ്രെഡ് ചെയ്യാത്ത ട്യൂമറാണ് benign tumor. എവിടെയാണോ ഫോം ചെയ്തത് ആ ലൊക്കേഷനിൽ മാത്രമേ കാണൂ. മാലിഗ്നൻറ്റ് ട്യൂമർ മീൻസ് ദേ ഗ്രോ റാപ്പിഡ്ലി ആൻഡ് സ്പ്രെഡ് ഫാസ്റ്റ്. സ്പ്രെഡ് ചെയ്യുന്ന ട്യൂമറാണ് മാലിഗ്നൻറ്റ് ട്യൂമർ ആൻഡ് ദേ ഷോ മെറ്റാസ്റ്റാസിസ്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് മെറ്റാസ്റ്റാസിസ് കാണിക്കുന്ന ട്യൂമറാണ് മാലിഗ്നൻറ്റ് ട്യൂമർ.
കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോസിങ് ഏജൻസ്. ക്യാൻസറിന് കാരണമായ ഏജൻസിനെയാണ് കാർസിനോജൻസ് എന്ന് പറയുക. ആൻഡ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: ഫിസിക്കൽ കാർസിനോജൻ, കെമിക്കൽ കാർസിനോജൻ ആൻഡ് ബയോളജിക്കൽ കാർസിനോജൻ. ഫിസിക്കൽ കാർസിനോജൻസിന് എക്സാമ്പിൾ എക്സ്റേസ്, ഗാമ റേസ്, UV റേസ്. കെമിക്കൽ കാർസിനോജൻസ് ആണ് ടൊബാക്കോ, നിക്കോട്ടിൻ എക്സെട്ര. ബയോളജിക്കൽ കാർസിനോജൻസ് ആണ് ഓങ്കോജെനിക് വൈറസസ്. ഓങ്കോജെനിക് മീൻസ് ക്യാൻസർ കോസിങ് വൈറസസ്. സെല്ലുലാർ ഓങ്കോജീൻസ് ഓർ പ്രോട്ടോ ഓങ്കോജീൻസ് ഇൻ നോർമൽ സെൽ. നോർമൽ സെല്ലിൽ കാണുന്ന പ്രോട്ടോ ഓങ്കോജീൻസ് ഇനാക്റ്റീവ് സ്റ്റേജിലാണ് കാണുക, പക്ഷെ അത് ആക്റ്റീവ് ആയാൽ ക്യാൻസറസ് ആയി മാറും. ആൻഡ് ഹൗ ടു ഡിറ്റക്ട് ക്യാൻസർ. എന്തൊക്കെയാണ് ഡിറ്റക്ഷൻ മെത്തേഡ്? ക്യാൻസർ ഡിറ്റക്ഷൻ മെത്തേഡ് ഏതൊക്കെയാണ്? ബയോപ്സി, ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ് ഓഫ് സസ്പെക്റ്റഡ് ടിഷ്യൂസിൻ്റെ പാത്തോളജിക്കൽ സ്റ്റഡിയാണ് ബയോപ്സി. ഓക്കെ, ക്യാൻസർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് ബയോപ്സി ടെസ്റ്റ്. ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റ് ഫോർ ഇൻക്രീസ്ഡ് സെൽ കൗണ്ട് ഇൻ ദ കേസ് ഓഫ് ലുക്കീമിയ ഓർ ബ്ലഡ് ക്യാൻസർ. സോ ബ്ലഡ് ക്യാൻസറിൻ്റെ ഒക്കെ കേസിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലഡ് ആൻഡ് ബോൺ മാരോ ടെസ്റ്റാണ്. ഇമേജിംഗ് ടെക്നിക്സ്, റേഡിയോഗ്രാഫി യൂസ് ചെയ്യാം, CT സ്കാൻ, MRI സ്കാൻ, ഇതൊക്കെ യൂസ് ചെയ്ത് ക്യാൻസർ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാം. ആൻറ്റിബോഡീസ് എഗൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ്, ആൻറ്റിബോഡീസ് യൂസ് ചെയ്യാം. ക്യാൻസർ സ്പെസിഫിക് ആയ ആൻറ്റിജൻസിനെതിരെ ആൻറ്റിബോഡീസ് യൂസ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യാം. മോളിക്കുലാർ ബയോളജി ടെക്നിക്ക് യൂസ് ചെയ്യാം ടു ഡിറ്റക്ട് ക്യാൻസർ റിലേറ്റഡ് ജീൻ. ആൻഡ് ഹൗ ടു ട്രീറ്റ് ദ ഡിസീസ്. സർജറി, ക്യാൻസർ വന്ന ഭാഗം സർജറി ചെയ്ത് റിമൂവ് ചെയ്യാം. റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി. സോ റേഡിയേഷൻ തെറാപ്പി, ട്യൂമർ സെൽസ് ആർ ഇറേഡിയേറ്റഡ് ലീതലി. ട്യൂമർ സെൽസിനെ റേഡിയേഷൻ തെറാപ്പി യൂസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യാം. കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ക്യാൻസറസ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് മെഡിസിൻസ് യൂസ് ചെയ്യാം. ആൻഡ് ഇമ്മ്യൂണോതെറാപ്പി, ദ പേഷ്യൻസ് ആർ ഗിവൺ സബ്സ്റ്റൻസസ് കോൾഡ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് സച്ച് as alpha interferon which activate their immune system and helps in destroying the tumor. So immunotherapy-യിൽ ആൽഫ ഇൻ്റർഫെറോൺസ് ഇഞ്ചെക്ട് ചെയ്യും. ഈ ആൽഫ ഇൻ്റർഫെറോൺസ് എന്ത് ചെയ്യും? ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം ആക്റ്റീവ് ആയാൽ ട്യൂമറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. എഫക്ട്സ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. ഇത് ജനറൽ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ പോയിൻറ്റ്സ് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, എനിവേ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ. റെക്ലെസ് ബിഹേവിയർ, വാൻഡലിസം, വയലൻസ്. സോ ഒരാൾ ഡ്രഗ് ഓർ ആൽക്കഹോൾ യൂസ് ചെയ്താൽ അയാളിൽ കാണുന്ന എഫക്ട്സ് എന്തൊക്കെയാണ്? റെക്ലെസ് ബിഹേവിയർ, വാൻഡലിസം, വയലൻസ്. കോമ ആൻഡ് ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ഓർ സെറിബ്രൽ ഹെമറേജ്. സോഷ്യൽ പ്രോബ്ലംസ് വരാം, ലൈക്ക് സ്റ്റീലിംഗ്, സ്പ്രെഡ് ഓഫ് എയ്ഡ്സ്, എയ്ഡ്സ് പകരാം, ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ പകരാം. ഡാമേജ് ടു നെർവസ് സിസ്റ്റം, ലിവർ സിറോസിസ്. ഇതൊക്കെയാണ് ഒരാൾ ഡ്രഗ് ഒരു ആൽക്കഹോൾ യൂസ് ചെയ്താൽ, അബ്യൂസ് ചെയ്താലുള്ള എഫക്ട്സ്. ഇതിൽ ഓർമ്മയുള്ള കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെക്കാം. ഓക്കെ, മിസ്യൂസ് ഓഫ് ഡ്രഗ്സ് ബൈ സ്പോർട്സ് പേഴ്സൺസ്. ചില സ്പോർട്സ് പേഴ്സൺസ് ഡ്രഗ് മിസ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ മിസ്യൂസ് ചെയ്താൽ എന്തൊക്കെ എഫക്ട്സ് ഉണ്ടാവാം? ഇൻ ഫീമെയിൽസ് ഇറ്റ് ലീഡ്സ് ടു മാസ്കുലിനൈസേഷൻ. ഫീച്ചേഴ്സ് ലൈക്ക് മെയിൽസിൻ്റെ ഫീച്ചേഴ്സ് വരാം. മാസ്കുലിനൈസേഷൻ, ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, മൂഡ് സ്വിങ്സ് വരാം, അതായത് ഇമോഷൻസ് ചേഞ്ച് വരാം, പെട്ടെന്ന് ചേഞ്ച് ആവാം. ഡിപ്രഷൻ, എബ്നോർമൽ മെൻസ്ട്രുവൽ സൈക്കിൾ, ഡിപ്രഷൻ വരാം, മെൻസ്ട്രുവൽ സൈക്കിൾ എബ്നോർമൽ ആകും. എക്സസീവ് ഹെയർ ഗ്രോത്ത് ഓൺ ദ ഫേസ് ആൻഡ് ബോഡി, ഫേസിലും ബോഡിയിലൊക്കെ ഹെയർ ഗ്രോത്ത് കാണും. ഡീപ്പനിങ് ഓഫ് ദ വോയിസ്. ഇനി മെയിൽസിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം? ആക്നി, ഇൻക്രീസ്ഡ് അഗ്രസീവ്നെസ്, മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ഡിഡക്ഷൻ ഓഫ് സൈസ് ഓഫ് ടെസ്റ്റിക്കിൾസിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. ഡിക്രീസ്ഡ് സ്പേം പ്രൊഡക്ഷൻ കുറയും. പ്രീമേച്ചർ ബാൾഡ്നെസ് എന്ന് പറഞ്ഞാൽ കഷണ്ടി. ഓക്കെ, പ്രീമേച്ചർ ബാൾഡ്നെസ് വരാം. എൻലാർജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും. ഇതൊക്കെയാണ് മെയിൽസിൽ കാണുന്ന എഫക്റ്റ്. ആൻഡ് നെക്സ്റ്റ്, വാർണിംഗ് സൈൻസ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. ഒരാൾ ഡ്രഗ് ഓർ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഈ വാർണിംഗ് സൈൻസ് നോക്കി അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്, സ്കൂളിലുള്ള പെർഫോമൻസിലൊക്കെ ബാക്ക്വേർഡ് ആകും. അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ ഓർ കോളേജിൽ നിന്നും പറയാതെ ആബ്സെൻ്റ് ആയിരിക്കും, അതായത് മിക്കവാറും ദിവസങ്ങളിൽ ആബ്സെൻ്റ് ആയിരിക്കും. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ, വിഡ്രോവൽ കാണിക്കും, അതായത് ഉൾവലിയുന്ന സ്വഭാവം കാണിക്കും. ഐസൊലേഷൻ ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഡിപ്രഷൻ, ഫാറ്റീഗ്, അഗ്രസീവ് ആൻഡ് റെബല്യസ് ബിഹേവിയർ കാണിക്കും. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ്, ചേഞ്ച് ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഇതൊക്കെ ചേഞ്ച് ആകും.
ഫ്ലക്ച്വേഷൻസ് ഇൻ വെയ്റ്റിൽ വേരിയേഷൻ വരും, അപ്പറ്റൈറ്റ്, ഇതൊക്കെയാണ് വാർണിംഗ് സൈൻസ്. സോ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കാം റീസൺ? ഹി മൈറ്റ് ബി ഓർ ഷീ മൈറ്റ് ബി യൂസിങ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ. ആൻഡ് ഹൗ ടു കൺട്രോൾ ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്, നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? ഈ 5 പോയിൻറ്റ്സ് ഓർത്ത് വെക്കുക. ഇത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള 5 പോയിൻറ്റ്സ് ആണ്. അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ, നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നത് ഒഴിവാക്കണം. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, എഡ്യൂക്കേഷനും കൗൺസിലിംഗും വഴിയും അബ്യൂസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്, പാരൻസിൽ നിന്നും, പിയേഴ്സ് മീൻസ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നും ഹെൽപ്പ് നമുക്ക് ആവശ്യപ്പെടാം. ഓക്കെ. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത വാർണിംഗ് സൈൻസ് കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്, വേണ്ടി വന്നാൽ നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് സ്വീകരിക്കാം. ഓക്കെ. സോ ഈ 5 പോയിൻറ്റ്സും ഇതൊന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു പ്രിവെൻറ്റ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്.